വിശദമായ വാർത്തകളിലേക്ക്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ RSS ശാഖ പ്രവർത്തനത്തിന് നിരോധനം വന്നേക്കും. നിയമവിരുദ്ധമായി സംഘം ചേർന്ന ക്ഷേത്രത്തിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയാൽ പോലീസിന് കേസെടുക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥാണ് സർക്കാരിന് നിയമോപദേശം നൽകിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് ഈ നിയമോപദേശം. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ആയുധ പരിശീലനവും RSS ശാഖകളും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്തരം ശാഖകൾക്കെതിരെ കേസെടുക്കാവുന്നതാണെന്നും സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നു. നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയാൽ 2011 കേരള പോലീസ് ആക്ടിലെ ചട്ടം 73 അനുസരിച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണെന്ന് നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു. ദേവസ്വം വകുപ്പിനു വേണ്ടി സെക്രട്ടറി KR ജ്യോതിലാലാണ് ക്ഷേത്രങ്ങളിലെ RSS ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ നിയമോപദേശം തേടിയത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന RSS ശാഖകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതോടെ ഇവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് പുതിയ നിയമോപദേശം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന RSS ശാഖകൾക്കെതിരെ കടുത്ത വിമർശനവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന് അനുകൂല നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ആയുധ പരിശീലനം നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആയുധ പരിശീലനത്തിനെതിരെ വിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും എതിർപ്പുയരുന്ന പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. RSSന് കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. RSSനെ തടയാൻ ശ്രമിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കുമ്മനം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ RSSന്റെ പ്രവർത്തനം എന്നുള്ള വ്യാജേന ദുർവ്യാഖ്യാനം നൽകി RSSനെ നേരിടാനും നിരോധിക്കാനുമാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ അത് ദൂരവ്യാപകമായ ഭവിഷ്യത്തുണ്ടാകും. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാൻ ബില്ല് കൊണ്ടുവരാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ബിൽ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ കൺസൾട്ടൻസി കരാർ DMRCക്ക് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കാനും മന്ത്രിസഭ ശുപാർശ ചെയ്തു. 14ാം നിയമസഭയുടെ 2ാം സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ദേവസ്വം നിയമനങ്ങൾ പൂർണ്ണമായും PSCക്ക് വിടുന്നതിനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബില്ലായി നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഫലത്തിലില്ലാതാകും. റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ച് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ നിയമനങ്ങൾ PSCക്ക് വിടാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളുടെ പ്രാഥമിക ജോലികൾക്കായുള്ള കൺസൾട്ടന്റായി DMRCയെ നിയോഗിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മുഴുവൻ പ്രൊജക്ടുകളുടെയും കൺസൾട്ടന്റായി DMRCയെ നിയമിക്കും. പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിലാക്കാൻ റവന്യൂ സബ് ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലുമായി 272.84 കോടി രൂപയുടെ ഭരണാനുമതി നൽകും. KSFE ജീവനക്കാർക്ക് 2012 ഓഗസ്റ്റ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS മുഖപത്രം കേസരിയുടെ ഓണപ്പതിപ്പിൽ മുഖചിത്രമാക്കിയത് വാമനനെ. മഹാബലിയെ വരവേൽക്കാൻ മലയാളികൾ ഓണാഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോഴാണ് കേസരിയുടെ വിരോധാഭാസം. മുൻ മന്ത്രി K. ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഇന്നും പരിശോധിച്ചു. ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് ലോക്കർ പരിശോധിച്ചതിൽ നിന്ന് 100 പവനോളം സ്വർണം കണ്ടെത്തി. ബാബുവിന്റെ തൃപ്പൂണിത്തറയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് K. ബാബുവിന്റെ മരുമകൻ പറഞ്ഞു. K. ബാബുവിന്റെ ഇളയ മകൾ ഐശ്വര്യയുടെ പേരിലുള്ള യൂണിയൻ ബാങ്ക് പൊന്നുരുന്നി ശാഖയിലുള്ള ബാങ്ക് ലോക്കർ പരിശോധനയിലാണ് 100 പവനോളം സ്വർണം കണ്ടെത്തിയത്. ഇളയ മകളുടെ പേരിലുള്ള മറ്റൊരു ബാങ്ക് ലോക്കറിൽ നിന്നും മൂത്ത മകളുടെ പേരിലുള്ള തൊടുപുഴയിലെ ബാങ്ക് ലോക്കറിൽ നിന്നുമായി 156 പവൻ സ്വർണവും നേരത്തെ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. സ്വർണം വാങ്ങിയതിന്റെ സ്രോതസ്സിനെക്കുറിച്ച് വിജിലൻസ് വിശദമായി അന്വേഷിക്കും. അതേസമയം വിജിലൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് K. ബാബുവിന്റെ മരുമകൻ വിപിൻ പറഞ്ഞു. ഈ സെയിൽ ഡീഡ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണോ ബാങ്ക് ത്രൂ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ ഡോക്യുമെന്റിൽ റെക്കോർഡാണ്. ഒരു പ്രിലിമിനറി എൻക്വയറി നടന്നിരുന്നെങ്കിൽ തന്നെ ഇത്രയും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വരേണ്ട കാര്യമില്ല. ഞങ്ങളൊരു ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം മിസ്റ്റർ K. ബാബു, ബിക്കോസ് ഇത് വസ്തുതാരഹിതമാണ്. യൂണിയൻ ബാങ്കിലെ പരിശോധനയ്ക്ക് ശേഷം K. ബാബുവിന്റെയും ഭാര്യ ഗീതയുടെയും പേരിലുള്ള തൃപ്പൂണിത്തറയിലെ 2 ബാങ്ക് അക്കൗണ്ടുകളും വിജിലൻസ് പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും പരിശോധന പൂർത്തിയാക്കിയ വിജിലൻസ് ഇതുവരെ കണ്ടെടുത്ത രേഖകളെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
മുത്തൂറ്റ് ഗ്രൂപ്പിൽ രഹസ്യ നിക്ഷേപമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസിൽ നീക്കം. ആദ്യം നൽകിയ പരാതി സാങ്കേതികത ചൂണ്ടിക്കാട്ടി ആദായനികുതി വകുപ്പ് നിരസിച്ചതോടെയാണ് കുറ്റമറ്റ തരത്തിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്തുവിവരം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ആദ്യം സമർപ്പിച്ച രേഖയിൽ വ്യക്തതയില്ലാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചതെന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെങ്കിലും ഇതിൽ ഇടപാടുകാരായ രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരം പ്രത്യേകമായി സൂക്ഷിച്ചിട്ടില്ല എന്ന കാരണമാണ് അപേക്ഷ നിരസിക്കാനായി ഇൻകം ടാക്സ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. ആവശ്യമുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി അപേക്ഷ നൽകിയാൽ ഇടപാടുകാരിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിലപാട്. അപേക്ഷയിൽ പറ്റിയ പാകപ്പിഴ തിരുത്തി അടുത്ത ദിവസം തന്നെ ആദായനികുതി വകുപ്പിന് ഫോം 46 പ്രകാരം പുതിയ അപേക്ഷ വിജിലൻസ് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ SP സുകേശൻ നൽകിയ ഹർജിയുടെ പകർപ്പ് പീപ്പിളിന്. തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്ന് സുകേശൻ ഹർജിയിൽ പറയുന്നുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താനായില്ലെന്നും പരാമർശമുണ്ട്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിവരങ്ങളുള്ളത്. മുൻമന്ത്രി KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട തെളിവുകൾ മറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് SP R സുകേശൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായിട്ടില്ലെന്നും കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായി വിശദമായ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്നും ഹർജിയിൽ വിശദമാക്കിയിട്ടുണ്ട്. കേസന്വേഷണത്തിൽ അനുവദിച്ച സമയപരിധി കുറവായിരുന്നു. അതിനാൽ കൂടുതൽ സമയം നൽകണമെന്നും പീപ്പിൾ TVക്ക് ലഭിച്ച R സുകേശന്റെ ഹർജിയുടെ പകർപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലരുടെയും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ സാക്ഷികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SP സുകേശൻ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ബാർക്കോഴ കേസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ R സുകേശനാണ് പിന്നീട് ചില സമ്മർദ്ദത്തിന് വിധേയനായി KM മാണി കേസിൽ അന്വേഷണം വേണ്ടെന്നും ഒടുവിലിപ്പോൾ തുടരന്വേഷണം വേണമെന്നും പറഞ്ഞത്. കേസിൽ തുടരന്വേഷണം വേണ്ടതിന്റെ കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുന്ന R സുകേശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മുൻമന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും അനധികൃതമായി നികുതി ഇളവ് നൽകിയെന്ന കേസിൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി KM മാണി സമർപ്പിച്ച ഹർജിയിൽ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് ഈ മാസം 19 മാറ്റി. അഴിമതി നിരോധന നിയമപ്രകാരം തനിക്കെതിരെ കേസെടുക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ വിജിലൻസിന്റെ പക്കലില്ലെന്നാണ് മാണിയുടെ വാദം. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നിർധന രോഗികൾക്ക് ധനസഹായം വാഗ്ദാനം ചെയ്ത് നടൻ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം. തൃശൂർ ചിറ്റിലപ്പള്ളിയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടന്ന ആഘോഷത്തിനിടെയാണ് മമ്മൂട്ടി ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദയ്ക്ക് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. മമ്മൂട്ടിയുടെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം പദ്ധതിക്ക് തുടക്കം കുറിക്കും. നവാഗത സംവിധായകൻ ഹനീഫ് അഡൈൻ സംവിധാനം നിർവഹിക്കുന്ന ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം നടന്നത്. ചിത്രീകരണത്തിനിടെ ഫാൻസ് അസോസിയേഷനും ചലച്ചിത്ര പ്രവർത്തകരും സംയുക്തമായി ഒരുക്കിയ ആഘോഷത്തിൽ ആശംസയർപ്പിച്ച ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദയും എത്തി. കേക്ക് മുറിച്ചും മധുരം നൽകിയും മമ്മൂട്ടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആശംസയർപ്പിച്ച സ്വാമി പ്രകാശാനന്ദ വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കേണ്ടി വരുന്ന നിർധന രോഗികളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ശ്രദ്ധയിൽപ്പെടുത്തി. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് ധനസഹായം നൽകുമെന്ന് മമ്മൂട്ടി അറിയിച്ചു. അവർക്ക് ആ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അനൗൺസ് ചെയ്തതായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. തീർച്ചയായും സ്വാമിയുടെ അഭ്യർത്ഥന ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. 100-ലധികം ആളുകൾക്കെങ്കിലും പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനാണ് ശ്രമം. അടുത്ത മാസം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അദ്ദേഹം കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യന് നിർദ്ദേശം നൽകി. രാവിലെ ദ ഗ്രേറ്റ് ഫാദർ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പവും മമ്മൂട്ടി ആഘോഷങ്ങളിൽ പങ്കുചേർന്നിരുന്നു. ചിത്രീകരണം നടക്കുന്ന ചിറ്റിലപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലും മമ്മൂട്ടിക്കായി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തെ ട്രെയിനുകളിൽ ഇനി തിരക്കിനനുസരിച്ച് നിരക്ക് കൂടും. 3 ട്രെയിനുകളിൽ സർജ് നിരക്ക് സംവിധാനം വെള്ളിയാഴ്ച നിലവിൽ വരും. പ്രീമിയം ട്രെയിനുകളായ ശതാബ്ദി, രാജധാനി, തുരന്തോ ട്രെയിനുകളിലാണ് ചാർജ് വെള്ളിയാഴ്ച മുതൽ ഏർപ്പെടുത്തുന്നത്. കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ ട്രെയിൻ നിരക്ക് വിമാന നിരക്കിന്റെ മാതൃകയിൽ തിരക്കിനനുസരിച്ച് നിശ്ചയിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ 3 ട്രെയിനുകളിൽ നടപ്പാക്കുന്ന സംവിധാനം മറ്റു ട്രെയിനുകളിലേക്കും പിന്നീട് വ്യാപിപ്പിക്കും. അടിസ്ഥാന നിരക്കിനൊപ്പം സപ്ലിമെന്ററി ചാർജ്, റിസർവേഷൻ ചാർജ്, സൂപ്പർഫാസ്റ്റ് ചാർജ്, കേറ്ററിംഗ് ചാർജ് എന്നീ നിരക്കുകളിലാണ് വർധന വരുത്തുക. അടിസ്ഥാന നിരക്കിൽ വർധന വരില്ലെങ്കിലും ടിക്കറ്റിനായി നൽകുന്ന തുകയിൽ വലിയ വർധനയുണ്ടാകും.
വാർത്തകളിലേക്ക്. വൈവിധ്യമാർന്ന പരിപാടികളുമായി കൈരളി TV ജീവനക്കാർ ഓണം ആഘോഷിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുവാതിര, അത്തപ്പൂക്കളം, വടംവലി തുടങ്ങിയ മത്സരങ്ങൾ ഓണാഘോഷത്തിന് ഉത്സവഛായ പകർന്നു. രാവിലെ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ജീവനക്കാരുടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നല്ലൊരു നിമിഷമാണിത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടിയിട്ട് കൈരളി ഒരു കുടുംബമാണെന്നുള്ള അസാർത്ഥകമായിട്ടുള്ള ഭാവത്തെ പ്രത്യക്ഷ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മുഖങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ചെറിയാൻ ഫിലിപ്പ് മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് രുചിക്കൂട്ട് പകർന്ന് ഓണസദ്യയും. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വടംവലിയും കസേരകളി മത്സരവും നടന്നു. മത്സര വിജയികൾക്ക് MDയും വകുപ്പ് മേധാവികളും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൈരളി മീഡിയ ക്ലബ് ഭാരവാഹികളായ B. സുനിൽ, ബൈജു എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.